അപ്പൊ ഒരുപാട് നായകന്മാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ചേട്ടൻ. കാവ്യ മാധവൻ, അങ്ങനെ ഒരുപാട് ആളുകളുടെ കൂടെ. അതിലെ ഏറ്റവും കുറച്ച് അല്ലെങ്കിൽ അഭിനയിച്ച് കുറച്ച് നല്ല രീതിയിൽ അഭിനയിച്ചെന്ന് തോന്നിയൊരു അതായത് ആരായാണ് തോന്നിയത് ചേട്ടന്? എൻ്റെ ആദ്യത്തെ നായകൻ മീര ജാസ്മിൻ, മീര ജാസ്മിൻ, പിന്നെ കാവ്യ, ലക്ഷ്മി ഗോപാലസ്വാമി, എല്ലാവരും മികച്ച പ്രതിഭകളാണ്. മീരയുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഞാൻ താരതമ്യേന വളരെ പുതുമുഖമാണ്, അല്ലെങ്കിൽ സിനിമയിലേക്ക് വന്നിട്ട് അപ്പോൾ മീര എന്ന് വളരെ സ്റ്റാറുമാണ്. അപ്പോൾ മീരയ്ക്ക് അങ്ങനെ ഞാൻ കാരണം മീരയെ വെയിറ്റ് ചെയ്യുന്ന സൂപ്പർ സ്റ്റാറുകൾ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ കുറച്ച് അകൽച്ചയുണ്ടായിരുന്നു. പക്ഷെ കാവ്യയുടെ അടുത്തെത്തുമ്പോഴൊക്കെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. കാവ്യയായിട്ട് കൊടുക്കൽ വാങ്ങലുകൾ ഇപ്പം ആ സീനിൽ അങ്ങനെ ഈ സീനിൽ ഇങ്ങനെ വളരെ സാക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ കംഫർട്ടബിൾ കുറച്ചും കൂടി കാവ്യയായിരുന്നു. ലക്ഷ്മി അതിലും കംഫർട്ടബിൾ ആയിട്ടുള്ള, ലക്ഷ്മി ഗോപാലസ്വാമി ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള. ഞാനൊക്കെ ഹഗ് ചെയ്യാൻ മടിക്കുമ്പോൾ എന്തിനാ ഇർഷാദ് ഹഗ് ചെയ്യാൻ മടിക്കും, ഞാനൊക്കെ ഇങ്ങനെ അങ്ങനെയുള്ളൊരു ഒരു ആരും അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അഭിനയിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായി. തീർച്ചയായിട്ടും. പിന്നെ പാടമൊന്നൊരു വിലാപത്തിൽ ഞങ്ങൾ അത്ര വലിയ കംഫർട്ട് ആവേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ ഭയങ്കര ശത്രുക്കളെ പോലെ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ശത്രുക്കളെ പോലെ ഇരിക്കും. അപ്പൊ അങ്ങനെ തന്നെ ആയാലും ക്യാരക്ടറും കൂടെ അതാണ് ശരിക്കും പറഞ്ഞത്. അത്ര അടുപ്പം കാണാതിരിക്കുന്നതാണ് നല്ലത്.